ABVP മുൻ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ യശ്വന്ത്റാവു ഖേൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പ്രിയ ഖേൽക്കർജി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേക്കർ മുഖ്യ അതിഥിയായ ചടങ്ങിൽ മുൻകാല ABVP പ്രവർത്തകർ സംഘടനയോടൊപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു. ABVP മുൻ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ യശ്വന്ത്റാവു ഖേൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രിയ ഖേൽക്കർജി സ്മൃതി സംഗമം സംഘടിപ്പിച്ചത്. കേസരി ഭവനിൽ നടന്ന ചടങ്ങിൽ RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ മുഖ്യാതിഥിയായി. യശ്വന്ത്റാവു ഖേൽക്കറുടെ ജീവിതം, ദർശനം, സംഘടനാ സംഭാവനകൾ എന്നിവയെ ആസ്പദമാക്കി അദ്ദേഹം പ്രഭാഷണവും നടത്തി. The same torch, mashal, was carried successfully and it has reached, I think now ABVP has also completed so many years, more than 75 years. Just few years back, ABVP completed its foundation's 75 year. Just we enjoyed the life with ABVP, and of course we learned lot. Everybody, they got the very specific education, how to shape our life, how to be firm on our values in the life in spite of all odds, how to continue our dedication with the Bharat Mata. സംഘടനയോടൊപ്പമുള്ള തങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും ABVPയിലെ മുൻ പ്രവർത്തകർ പങ്കുവച്ചു. ABVP ഇല്ലായിരുന്നെങ്കിൽ കേരളം ഒരു ബംഗാളാവുമായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ബംഗാളല്ല, ഒരു 10 വർഷം മുമ്പുള്ള ബംഗാൾ. ABVP ക്യാമ്പസുകളിൽ നടത്തിയ പോരാട്ടവും ചെറുത്തുനിൽപ്പുമാണ് കേരളത്തിലെ ക്യാമ്പസുകളിലും ക്യാമ്പസിന് പുറത്തും ജനാധിപത്യത്തെ സംരക്ഷിച്ചത്, അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തിയത്, അതിനെ നിലനിർത്തിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദേശീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആശയ രൂപീകരണത്തിലും സംഘടനാ വികാസത്തിലും നിർണായക പങ്കുവഹിച്ച പ്രൊഫസർ യശ്വന്ത്റാവു ഖേൽക്കറുടെ ജീവിതവും ദർശനവും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗമം സംഘടിപ്പിച്ചത്. ജനം, കോഴിക്കോട്.